പോക്ക് പോയാൽ ഇവന്മാരാവില്ല ഇവിടുത്തെ ആളുകൾ, അതുകൊണ്ട് ഇവരെ ഇല്ലാതാക്കണം. ഞാൻ നമ്മുടെ ഇന്ത്യയുമായിട്ട് സാമ്യമുണ്ട് എന്ന് പറയാൻ കാരണം ഇന്ത്യയിൽ 2 വിഭാഗം ആളുകളാണ്. ഒന്ന് മുസ്ലിമീങ്ങൾ, ഒരു നിലക്ക് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ചില ആളുകളുടെ വാദപ്രകാരം തദ്ദേശീയരായ ഈ നാട്ടുകാരായ ആളുകൾ നമ്മൾ വരുത്തന്മാരാണെന്ന്. ഫിർഔനിന്റെ മഹാസൈന്യമാകുന്ന പട്ടാളം പിന്നാലെ കൂടിയപ്പോൾ ഖാല അസ്ഹാബു മൂസ, ആ സമയത്ത് മൂസാ നബിയുടെ ആളുകൾ പറഞ്ഞു, ഈ ശത്രു സൈന്യത്തെ മുഖാമുഖം ചെങ്കടലിന്റെ മുന്നിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ മൂസാ നബിയോടൊപ്പമുള്ള അസ്ഹാബ് പറയുകയാണ്, സഹാബത്ത് പറയുകയാണ്, ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ, മൂസ നമ്മൾ കുടുങ്ങിട്ടോ, നമ്മൾ പിടിക്കപ്പെട്ടു. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും എല്ലാ സമയത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ രക്ഷയും കാവലും സമാധാനവും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭത്തിലും അവൻ നമുക്ക് നൽകി നമ്മെ സഹായിക്കുമാറാകട്ടെ. അവൻ നമ്മോട് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ടാവുന്ന വിധം ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ നല്ല അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ശാരീരികവും മാനസികവും സാമ്പത്തികവും ഒക്കെയായ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും അല്ലാത്തവരൊക്കെയുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഒരു സഹോദരൻ, അവൻ്റെ 4-5 മാസമുള്ള പ്രായമുള്ള മോന് ഹാർട്ട് സംബന്ധമായ അസുഖം കാരണം അമൃത ഹോസ്പിറ്റലിൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായ പോക്കും വരവും ഹാർട്ടുമായി ബന്ധപ്പെട്ട് മാത്രമല്ല വേറെയും ചില പ്രശ്നങ്ങളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ മോൻക്ക് പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹുവേ, നീ ആജിലായ കാമിലായ ശിഫ നീ നൽകണേ റഹ്മാനെ. ആ മോൻക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹുവേ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നമ്മുടെ പള്ളിയുടെ പുറത്ത് സഹോദരി, മുസ്ലിം സഹോദരി വന്ന് നിൽക്കുന്നുണ്ട്. അവരുടെയും മകന് കിഡ്നി സംബന്ധമായ പ്രശ്നമാണെന്ന് പറയുന്നത്. അല്ലാഹു തആല ആ കുട്ടിക്കും ശിഫ നൽകുമാറാകട്ടെ. ആ കുട്ടിയുടെ എല്ലാ അസുഖങ്ങളും റഹ്മാനായ റബ്ബ് പൂർണ്ണമായി സുഖപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് മുഹറം 10 ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. മുഹറം 10 ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുഹറം മാസവുമായി ബന്ധപ്പെട്ട് കുറേ അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിലേക്ക് ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കുറേ അനാചാരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിട്ടുണ്ട്. ഒരു വേള ഇത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മുഹറം മാസത്തിൽ 1 മുതൽ 10 വരെ യാത്ര പോകാൻ പാടില്ല, കല്യാണങ്ങൾ നടത്താൻ പാടില്ല, വീട് പണിയോ വീട് പാർക്കലോ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങി നഹ്സാണ്, ദുശകുനമുള്ള ദിവസമാണ് എന്ന് പരക്കെ പലരും പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മുഹറം മാസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. നമ്മുടെ ഹിജ്റ കലണ്ടറിലെ ആദ്യത്തെ മാസമാണ് മുഹറം. മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ ഇങ്ങനെയാണ് പോകുന്നത്. മുഹറത്തിൽ തുടങ്ങി ദുൽഹിജ്ജയിൽ അവസാനിക്കുകയാണ്. ഈ മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹറുല്ലാഹ് അൽ മുഹറം എന്നാണ് പറഞ്ഞത്. വേറൊരു മാസത്തെയും പടച്ചവൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഷഹറുല്ലാഹ്, അള്ളാഹുവിൻ്റെ മാസമെന്ന്. ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ പവിത്രമായ മാസം എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രയും പവിത്രതയുള്ള മാസത്തെ ചില ആളുകൾ
വികലമായി മനസ്സിലാക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്തിട്ടുണ്ട്. പറയണമെന്ന് വിചാരിച്ച വിഷയങ്ങളായിരുന്നു, രണ്ടാഴ്ച സാധിച്ചില്ല. അപ്പം മുഹറം 10 എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിമോചന ഉള്ളടക്കമുള്ള ദിവസമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം മൂസാ നബിയെ അവിടുത്തെ ജനതയെയും ഫിരഔനിൽ നിന്നും, ഫിരൗൻ പ്രവൃത്തികളിൽ നിന്നും, ഫിരൗനിൻ്റെ പട്ടാളത്തിൽ നിന്നും അല്ലാഹു തആല വിമോചിപ്പിച്ച, രക്ഷപ്പെടുത്തിയ ഫിരൗനിനെയും അവൻ്റെ കൂട്ടാളികളെയും ചെങ്കടലിൽ മുക്കിക്കൊന്ന ദിവസമാണ് മുഹറം 10. വേറെയും ചില കുറേ കാര്യങ്ങൾ കാണാം, പക്ഷെ അതിനത്ര അടിസ്ഥാനമുള്ള കാര്യങ്ങളല്ല. പക്ഷെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഖുർആനിൽ, പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം ചരിത്രം, കഥ പറഞ്ഞത് മൂസാ നബിയുടേതാണ്. അത് മൂസാ നബി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ കഥ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ വായിച്ചു നോക്കിയാൽ പലർക്കും ഒരു എത്തും പിടിയും കിട്ടൂല മൂസാ നബിയുടെ കഥ, ചരിത്രം. ഭയങ്കര രസകരമായ അവതരണമാണ് ഖുർആൻ നടത്തിയിട്ടുള്ളത്. അത് ഖുർആൻ്റെ ഒരു മിറാക്കിളാണത്. സാധാരണ ഒരു ഇടകലർത്തിയും പല കോലത്തിലും ഒരു വർത്താനം ഒരാൾ പറഞ്ഞാൽ, ഒരു ബുക്ക് എഴുതിയ ബോറടിക്കും, വായിക്കാൻ പറ്റൂല. പക്ഷെ ഇത് എത്ര വായിക്കും തോറും അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ സൗരഭ്യവും വർദ്ധിക്കുകയാണ്. അതാണ് ഖുർആനിൻ്റെ അത്ഭുതം. ഖുർആൻ ഏറ്റവും അധികം കഥ പറഞ്ഞത് മൂസാ നബിയുടേതാണ്. അതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. മൂസാ നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക്, ഇന്ത്യൻസിന് വലിയ താദാത്മ്യമുണ്ട്, വലിയ ബന്ധമുണ്ട്. നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്താണ് ഈ സംഭവം എന്ന് വളരെ ചുരുക്കി നമ്മൾ മനസ്സിലാക്കി അതിൽ നമുക്കുള്ള പാഠം എന്താണ്, നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ്, നമ്മൾ വരുത്തേണ്ട തിരുത്ത് എന്താണ് എന്നിങ്ങനെ ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സാവൂതം, ശ്രദ്ധയോടുകൂടി ഇരിക്കണം, ഉറങ്ങരുത്, മയങ്ങരുത്. അതിനു വേണ്ടിയല്ല അല്ലാഹു തആല നമ്മുടെ പള്ളിയിൽ ഈ ഉച്ച സമയത്ത് ഒരുമിച്ച് കൂട്ടിയത്. ഇവിടെ ആരും ഉറങ്ങാറില്ല, അതൊരു സന്തോഷകരമായ സംഗതിയാണ്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ മയങ്ങിപ്പോകാനോ പാടില്ല. കാരണം ഖുതുബ ശ്രദ്ധിക്കുക എന്നുള്ളത് ജുമുഅയിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് നിർബന്ധമായ കാര്യമാണ്, സുന്നത്തല്ല. സുന്നത്താണ്, അങ്ങനെ ആയിക്കോട്ടെ നോക്കായിരുന്നു. ഖുതുബ ശ്രദ്ധിക്കുക, കേൾക്കുക അല്ല. കേൾക്കലും ശ്രദ്ധിക്കലും വ്യത്യാസമുണ്ട്. നമ്മൾ പലതും കേൾക്കുന്നുണ്ടാവും, പക്ഷെ ഖുതുബ ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്നുള്ളത്, ശ്രവിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അപ്പോഴാണ് നമ്മുടെ ജുമുഅ പൂർണ്ണമായി നിർവഹിച്ചു എന്ന് പറയാൻ കഴിയും. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമുക്കറിയാം, മൂസ അലൈഹിസ്സലാം ജനിക്കുന്നത് ഈജിപ്തിലാണ്, മിസ്ർ. ഇന്ന് നമ്മുടെ ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്താണ് മൂസ അലൈഹിസ്സലാം ജനിക്കുന്നത്. സംഭവ ബഹുലമാണ് മൂസാ നബിയുടെ ജീവിതം. ഈ ഈജിപ്തില് പ്രധാനമായി 2 വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. ഒന്ന് കിബിത്തികൾ. കിബിത്തികൾ എന്ന് പറയുന്നത് അവരുടെ അവകാശ പ്രകാരം തദ്ദേശീയരായ, അവിടുത്തുകാരായ ആളുകൾ. അങ്ങനെയാണ് അവർ അവകാശപ്പെടുന്നത്. അവിടെ ഈജിപ്തുകാരായ, അവിടെ ജനിച്ചു വളർന്ന തദ്ദേശീയരായ ആളുകളാണ് കിബിത്തികൾ. മറ്റൊരു കൂട്ടര് ഇസ്രായേലരാണ്, ബനു ഇസ്രായേൽ എന്ന് പറയും. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾ, ഇസ്രായേലിൻ്റെ മക്കൾ എന്നാണ് അർത്ഥം. ബനു ആദം എന്ന് പറഞ്ഞാൽ ആദമിൻ്റെ കുട്ടികൾ, മക്കൾ എന്നാണ്. അപ്പൊ ഇസ്രായേലിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് ഇസ്രായേൽ? ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു നബിയാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ പേരക്കുട്ടിയും യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ പിതാവുമായ യാക്കൂബ് നബിയുടെ പേരാണ് ഇസ്രായേൽ. വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. കേട്ടിടത്തൊരു അവ്യക്തത ഉണ്ടാകാൻ പാടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 2 ആൺകുട്ടികളുണ്ടല്ലോ, ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും. ആ ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ് അലൈഹിസ്സലാം. ആ യാക്കൂബ് നബിക്ക് 12 മക്കൾ ഉണ്ടായിരുന്നു. അതിൽ ഒരാളാണ് യൂസുഫ് അലൈഹിസ്സലാം. അപ്പൊ യൂസുഫ് നബിയുടെ ഉപ്പയും ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പേരക്കുട്ടിയുമായ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പേരാണ് ഇസ്രായേൽ എന്നത്. അപ്പൊ അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയാണ് പിന്നീട്
ഇസ്രായേൽ മക്കൾ ബനു ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പൊ ഈജിപ്തിൽ ഈ രണ്ട് വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. ഒന്ന് കിബിത്തികൾ എന്ന് പറഞ്ഞാൽ തദ്ദേശീയരായ ആ നാട്ടുകാരായ ആളുകൾ. മറ്റൊരു കൂട്ടർ ഞാൻ പറഞ്ഞു ഇസ്രായേൽ കിബിത്തുകളുടെ വാദപ്രകാരം അവർ കുടിയേറ്റക്കാരാണ്, വരുത്തന്മാരാണ്. അവിടെ എവിടെ നിന്ന് വന്നു? അവർ ഫലസ്തീനിൽ നിന്ന് വന്നവരാണ്. നമുക്കറിയാം യാക്കൂബ് നബിയുടെ നാട് ഫലസ്തീനാണ്. യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് അലൈഹി ഇസ്ലാമിന് കിണറ്റിലിടപ്പെട്ടതും അവിടെ നിന്ന് യാത്രക്കാർക്ക് കിട്ടിയതും അവസാനം ഈജിപ്തിലെ രാജാവ് വാങ്ങിയതും ഒക്കെ നമുക്കറിയാം. അങ്ങനെ അവിടെ വളർന്ന ജയിൽവാസമൊക്കെ അനുഭവിച്ച യൂസുഫ് അലൈഹി ഇസ്ലാം പിന്നെ അവിടെ ഭരണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സിവിൽ ധനകാര്യ അല്ലെങ്കിൽ ഈ റേഷൻ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന വളരെ വലിയൊരു വകുപ്പ് കൈകാര്യം ചെയ്ത ഒരു മന്ത്രിയായി മാറിയിട്ടുണ്ട് യൂസുഫ് അലൈഹി സ്വലാം. അങ്ങനെ യൂസുഫ് നബിയുടെ കാലത്ത് പിന്നീട് ക്ഷാമുണ്ടായല്ലോ. അപ്പോൾ ഫലസ്തീനിൽ നിന്നൊക്കെ യൂസുഫ് നബിയുടെ ഉമ്മയും വാപ്പയും സഹോദരന്മാരുമെല്ലാം ഈജിപ്തിലേക്ക് വന്നു. പിന്നെ ഈജിപ്തിൽ അവർ പാർത്തു. അവിടെ നിന്ന് അങ്ങോട്ട് അവർ പെരുകി. പിന്നെ കുറേ ആളുകൾ വന്നു. അങ്ങനെ ഈജിപ്തിൽ ഇസ്രായേലിയരുടെ കുടിയേറ്റമുണ്ടായി, ഇസ്രായേൽ മക്കളുടെ. അപ്പൊ കിബിത്തികൾ പറയുന്നത് ഇസ്രായേലിയർ കുടിയേറ്റക്കാരാണ്. കാലക്രമേണ എന്ത് സംഭവിച്ചെന്നറിയോ? അത് വലിയ ചരിത്രമാണ്. ഞാൻ ആ പാഠത്തിലേക്ക് കടക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്നത് മാത്രം. കാലക്രമേണ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, കിബിത്തികൾ അവിടെ ഇസ്രായേലിൽ അധികാരത്തിലെത്തി. യൂസഫ് മന്ത്രിയാണല്ലോ. അധികാര കുഞ്ചിക സ്ഥാനങ്ങളിലെല്ലാം വലിയ സ്വാധീനം അവർക്കുണ്ടായി. അവർ പെരുകാൻ തുടങ്ങി, ഒത്തിരി ആളുകളായി. അപ്പോൾ കിബിത്തികൾക്ക് ബേജാറായി, ഈ പോക്ക് പോയാൽ ഇവന്മാരാവില്ല ഇവിടുത്തെ ആളുകൾ, അതുകൊണ്ട് ഇവരെ ഇല്ലാതാക്കണം. ഞാൻ നമ്മുടെ ഇന്ത്യയുമായിട്ട് സാമ്യമുണ്ട് എന്ന് പറയാൻ കാരണം, ഇന്ത്യയിൽ രണ്ട് വിഭാഗം ആളുകളാണ്. ഒന്ന് മുസ്ലിമീങ്ങൾ, ഒരു നിലക്ക് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ചില ആളുകളുടെ വാദപ്രകാരം തദ്ദേശീയരായ ഈ നാട്ടുകാരായ ആളുകൾ നമ്മൾ വരുത്തന്മാരാണെന്നാണ് പറയപ്പെടുന്നത്. ഒരിക്കലും അല്ല. കാരണം കഴിഞ്ഞ ഒരാഴ്ച ഞാൻ സൂചിപ്പിച്ചിരുന്നു, ആദം അലൈഹിസ്സലാമിൻ്റെ പാദസ്പർശനമേറ്റ മണ്ണാണ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇന്ത്യയിൽ നിന്ന് ആദം അലൈഹിസ്സലാം കാൽനടയായി 40ഓളം ഹജ്ജ് മക്കയിൽ പോയി ചെയ്തിട്ടുണ്ടെന്ന് ചരിത്രമാണ്. അപ്പൊ ആദം നബിയുടെ മക്കളായ നമ്മൾ, മുസ്ലിങ്ങളായ നമ്മൾ ഇവിടെ ഒരിക്കലും വരുത്തന്മാരല്ല. അപ്പൊ ഇവരുടെ വാദപ്രകാരം നമ്മൾ വരുത്തന്മാരാണ്. അപ്പൊ നമ്മൾ ഇസ്രായേലിയുടെ സ്ഥാനത്ത്, ഇവിടുത്തെ സവർണ ഫാഷിസ്റ്റുകൾ കിബിത്തികളുടെ സ്ഥാനത്തും. എന്താ സംഭവിക്കുന്നത്? അന്ന് ഇസ്രായേലിനെ തുടച്ചു നീക്കാനുള്ള ശ്രമം നടന്നു. ഇസ്രായേലിനെ അധികാരങ്ങളിൽ നിന്ന് പതുക്കെ അവർ മാറ്റി. ഇന്ന് ഇന്ത്യയിലും നടക്കുന്നതാണ്. ഇന്ത്യയിൽ 800 വർഷക്കാലം മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. യാതൊരു നിലക്കുമുള്ള വർഗീയ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മനുഷ്യന്മാരാണ്, അങ്ങനെ ഉണ്ടാവും. ഭരണകൂടത്തിൻ്റെയോ പണ്ഡിതന്മാരുടെയോ അല്ലെങ്കിൽ സംഘടിതമായ രൂപത്തിലോ ഉള്ള ഒരു വർഗീയ സംഘർഷങ്ങളോ നീക്കങ്ങളോ ഉള്ളതായിട്ട് കാണാൻ കഴിയില്ല. ഫാഷിസ്റ്റുകൾ, സംഘപരിവാർ പലതും പറയും. അപ്പൊ അങ്ങനെ നമ്മളെ ഇല്ലാതാക്കാൻ ഒരു ഭാഗത്ത് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് അവർ ശ്രമിച്ചത് അത് തന്നെയാണ്. ഫിരൗൻ എന്താ പറഞ്ഞെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ഇസ്രായേലിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിരൗൻ, ഫിരൗനിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയതും എടുത്തിയത് മറക്കരുത് നിങ്ങൾ. വലിയ ചരിത്ര പാരമ്പര്യമുള്ള ജനതയാണ് ഇസ്രായേലിനെ നിങ്ങൾ. ഫിരൗൻ പ്രവൃത്തികളിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തി. വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിരൗന യസൂമൂനകും യുദബ്ബിഹൂന അബ്നാഅകും വയസ്സഹ്യൂന നിസാഅകും. അവർ നിങ്ങളുടെ ആൺകുട്ടികളെ അറുകൊല്ല ചെയ്യുകയായിരുന്നു. ഓരോ കൊല്ലവും ഇടവിട്ട കൊല്ലങ്ങളിൽ ജനിക്കുന്ന ഇസ്രായേലിലെ ആൺകുട്ടികളെ മുഴുവനും അവർ കൊല്ലുകയായിരുന്നു. ഒരു കൊല്ലം കൊല്ലും, അടുത്ത കൊല്ലം ഒഴിവാക്കില്ല. കാരണം തീരെ ഇല്ലാണ്ടായി പിന്നെ ആളുകൾ ഉണ്ടാവില്ല, അവർക്ക് പണിയെടുപ്പിക്കാൻ ആളുകൾ വേണ്ടേ. അങ്ങനെ കൊല്ലുന്ന വർഷത്തിലാണ് മൂസ അലൈഹി സ്വലാം ജനിക്കുന്നത്. മൂസാ നബിയെ അത്ഭുതകരമായി അല്ലാഹു തആല രക്ഷപ്പെടുത്തി.
എന്നാൽ കൊല്ലാത്ത വർഷത്തിലാണ് മൂസാ നബിയുടെ ജ്യേഷ്ഠ സഹോദരനായ ഹാറൂൻ അലൈഹിസ്സലാം ജനിക്കുന്നത്. അതുകൊണ്ട് ഹാറൂൻ അലൈഹിസ്സലാം രക്ഷപ്പെട്ടു. മൂസാ നബിയുടെ ഇക്കാക്കയാണ്, ജ്യേഷ്ഠനാണ് ഹാറൂൻ നബി. പിന്നീടാണ് നബിയാകുന്നത്. മൂസാ നബി ആയി കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് ഹാറൂൻ അലൈഹിസ്സലാം നബിയാകുന്നത്. എന്തുമാകട്ടെ, ഇവരെ ആൺകുട്ടികളെ കൊല്ലുക, സ്ത്രീകളെ ലജ്ജയോടുകൂടി ജീവിക്കാൻ വിടും. വയസ്സഹ്യൂന നിസാഅക്കും, അടിമകളാക്കും അടുക്കള പണിയെടുപ്പിച്ചും സ്ത്രീകളെ ആ രീതിയിൽ അവർ കൈകാര്യം ചെയ്തു. വഫീ ദാലികും ബലാഉം മിർ റബ്ബിക്കും അളീം, ഇത് വല്ലാത്തൊരു പരീക്ഷണമായിരുന്നു നിങ്ങൾക്ക് എന്ന് പിൽക്കാലത്ത് അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഒരു സാഹചര്യം ഇന്നും ഉണ്ട് നമുക്ക് ഇന്ത്യയിൽ. അപ്പോൾ നോക്ക്, ബുൾഡോസർ രാജ് പല വെള്ളിയാഴ്ചകളിൽ ഞാൻ സൂചിപ്പിക്കാറുണ്ട്. ഇപ്പോൾ അതൊരു വിഷയമല്ലാതായി കിടക്കുന്നു. എത്രയോ മദ്രസകൾ, എത്രയോ പള്ളികൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പതിറ്റാണ്ടുകളുടെയും നൂറ്റാണ്ടുകളുടെയും പാരമ്പര്യമുള്ള പള്ളികളുടെ അടിത്തറ മാന്തുകയാണ്. മദ്രസകൾ ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ച് നിരത്തുകയാണ്. ശ്രദ്ധിക്കുന്നില്ലേ ആരും? എത്രയോ മനുഷ്യരെ പൈശാചികമായി കൊന്നുകളയുന്നു. പല ആളുകളെയും കാണാതെയാകുന്നു. അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു. വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നു. പൗരത്വം നിഷേധിക്കപ്പെടുന്നു. റേഷൻ നിഷേധിക്കപ്പെടുന്നു. അങ്ങനെ പതുക്കെ 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 ടൈറ്റാക്കണം. ഈ പതുക്കെ ടൈറ്റാക്കുമ്പോൾ അറിയില്ല മനുഷ്യന്മാർ. മുമ്പ് ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്, ഓർമ്മ ഉണ്ടാവും ചിലപ്പോൾ. അതായത് ഒരാളെ പോലീസ് കൊണ്ടുപോയിട്ട് പിന്നെ അപ്പോൾ അവർക്ക് പേടിയുണ്ട്. പോലീസ് എന്ത് ചെയ്യും? സ്റ്റേഷനിൽ ഇങ്ങനെ പേടിച്ച് വരച്ച് വെക്കുമ്പോൾ ആദ്യം ഷർട്ട് അയക്കാൻ പറയും. അപ്പോൾ ഷർട്ട് അയച്ചു കൊടുക്കുമ്പോൾ പിന്നെ ബാക്കിയെല്ലാം ഉണ്ടല്ലോ എന്നുള്ള കുറച്ച് നേരം ഷർട്ട് ഇട്ട് നിൽക്കുമ്പോൾ പിന്നെ അതിനോടാണ് പൊരുത്തപ്പെടും. കുറേ കഴിഞ്ഞാൽ പിന്നെ മുണ്ടയക്കാൻ പറയാം. അപ്പോൾ മുണ്ടയച്ചിട്ട് പിന്നെ അവനക്ക് പിന്നെ അടിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നുള്ള അതിൽ പൊരുത്തപ്പെടും, ക്രമേണ പൊരുത്തപ്പെടും. അങ്ങനെ ഓരോന്നും ഇല്ലാതാകുമ്പോൾ അതിനോട് പൊരുത്തപ്പെട്ട് അവസാനം കൈമലർത്തേണ്ടി വരും. അപ്പൊ നമ്മളിതൊന്നും അറിയുന്നില്ല. പതുക്കെ 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 എത്രയോ പള്ളികൾ, എന്തൊരു അന്യായമാണ് ഈ നടക്കുന്നത്. എല്ലാ പള്ളിക്ക് ചുവട്ടിലും ഞാൻ പറയുന്നില്ല, അത് അവർ ജാഗ്രത വേണം, ഭയപ്പെടാനല്ല ഇതൊന്നും പറയുന്നത്. കാരണം നമുക്ക് ഭയപ്പാടില്ല. ഇതൊക്കെ ചെയ്യുന്നവർക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. ഇവർക്ക് എന്ത് നോക്കിയാൽ അതാ അങ്ങോട്ട് കോളേജിൽ പോയാൽ അവിടെ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, എല്ലാ സംവിധാനവും അധികാരവും ഭരണവും സമ്പത്തും എല്ലാം ഉണ്ടായിട്ടും ഇവന്മാർക്ക് സമാധാനമില്ല, ഉണ്ടാകൂല. ഫിരൗന് സമാധാനം അനുഭവിച്ചിട്ടില്ലല്ലോ. എപ്പോഴും ഇസ്രായേലിനെ കുറിച്ച് ആലോചിച്ച് വലിയ ബേജാറിലായിരുന്നു ഫിരൗൻ. എന്നാൽ മൂസാ നബിക്കും കൂട്ടരും എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നോക്കി, ഇപ്പൊ ഏറ്റവും അവസാനം ഫുട്ബോൾ ജിഹാദാണ്. എന്തൊരു ഭ്രാന്താണ് ഈ പറയുന്നത്. ഇതൊന്നുമല്ല, ഇതൊരു മാനസിക രോഗമായി മാറി. അവർ അസ്വസ്ഥരാണ്. ഫുട്ബോൾ ജിഹാദാണ്. ലോകത്ത് ഫുട്ബോളിലൂടെ മുസ്ലിമീങ്ങൾ വലിയ മതപരിവർത്തനം നടത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. ഏതെങ്കിലും പിന്നെ ഉത്തരവാദിത്തമില്ലാത്ത ആളുകൾ ഇത് പറയല്ല. കൃത്യമായി ചാനലുകളിൽ ഇരുന്നു കൊണ്ട് വലിയ വിചക്ഷണരായ ആളുകൾ നിരീക്ഷിക്കുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ സപ്പോർട്ട് ചെയ്തെന്നുള്ളതാണ് വലിയൊരു പരാതി. അദ്ദേഹത്തിന്റെ ഫാനായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. വ്യക്തിപരമായി കളിയോടോ ടീമിനോടോ അല്ല, വ്യക്തിപരമായി അദ്ദേഹത്തോട് വലിയ ഇഷ്ടവും താല്പര്യം തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹം വലിയ മൂല്യവത്തായ ചില നിലപാടുകൾ ഫലസ്തീൻ വിഷയത്തിൽ, സാമ്രാജ്യത്വത്തിനെതിരെ, മദ്യത്തിനെതിരെ ഒക്കെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം, അതിനെ നമ്മൾ പിന്തുണക്കണം. തീർച്ചയായും അതൊക്കെ വലിയ ചർച്ചയായിരിക്കുക. അദ്ദേഹം പച്ച കുത്തിയിട്ടില്ല. എല്ലാ കളിക്കാരും ശരീരം മുഴുവനും പച്ച കുത്തുമ്പോൾ അദ്ദേഹം കുത്താതിരുന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് കാരണം. അദ്ദേഹം പറയുന്നത് വർഷത്തിൽ 2 വട്ടം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെന്നാ പാവങ്ങൾക്ക്. വെറും ഒരു കായിക താരം എന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹത്തെ പൂട്ടാൻ വലിയ ശ്രമങ്ങൾ നടത്തി. പല ആളുകളും ശ്രമിച്ചു. ടീമിൽ നിന്ന് ശ്രമങ്ങളുണ്ടായി അദ്ദേഹത്തെ ലോക്കാക്കാൻ. ഞാൻ കളിയുടെ സംഗതി പറയല്ല, അതിൻ്റെ കൃത്യമായ വേറൊരു വശമാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ ഫുട്ബോൾ ജിഹാദ് എന്താ കാരണം? നേരത്തെ പറഞ്ഞല്ലോ, ഇവർ അസ്വസ്ഥരാണ്, ഇവർ ബേജാറാണ്. എങ്ങോട്ട് നീങ്ങിയാലും അവിടൊക്കെ ഇവന്മാരുടെ ജിഹാദാണല്ലോ. ലവ് വരെ ജിഹാദ്, പ്രണയം പോലെ ഇസ്ലാം നിഷിദ്ധമായ സംഗതിയെ ജിഹാദാന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്.
അങ്ങനെ മൂസാ നബിയുടെ ജനതക്ക് വലിയ സമാധാനം, മൂസാ നബിക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് പ്രശ്നമുണ്ട്, ശാരീരികവും സാമ്പത്തികവും കുടുംബപരവും ഒക്കെയായ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ്, പടച്ചോനിൽ നിന്ന് അകന്നു എന്നുള്ളതാണ്. ഞാൻ ഈ ഹുതുബയിലൂടെ സൂചിപ്പിക്കുന്നു, അള്ളാഹുലേക്ക് അടുക്കണം നമ്മൾ. ദീൻ വളരെ പരിശുദ്ധം പവിത്രവുമാണ് പ്രിയമുള്ള മോമിനികളെ. അജഞ്ചലമാണ് അള്ളാഹുവിൻ്റെ ദീന്, വളരെ മനോഹരമാണ് പടച്ചോൻ്റെ ദീന്. നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ മൂസ അലൈഹിസ്സലാമിന് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു. കടുത്ത പീഡന മർദ്ദനങ്ങൾക്ക് ശേഷം രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറഞ്ഞു. മൂസാ നബിയോട് മൂസാ നബിക്ക് നാം വഹ്യ് നൽകി, അന്നസിരി ബിഇബാദി ഇന്നകും മുത്തബഊൻ. മൂസ ടൈമൊക്കെ പറഞ്ഞു കൊടുത്തു, ദിവസം പറഞ്ഞു, രാത്രിയിൽ പുറപ്പെടാൻ പറഞ്ഞു. വളരെ രഹസ്യമായി ഇവർ വിഷയങ്ങൾ മെസ്സേജ് കൈമാറി. മൂസാ നബിയും ബനി ഇസ്രായേലിനും രഹസ്യമായി രാത്രിയിൽ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഇവർക്ക് പുറപ്പെട്ടാൽ വിവരം അറിഞ്ഞു. വിവരം അറിഞ്ഞാൽ പിന്നെ അവർ പോയിക്കോട്ടെ, രാജ്യത്ത് നിന്ന് ശല്യങ്ങൾ പോയല്ലോ എന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു, അപ്പൊ പിന്നെ പ്രശ്നമില്ലായിരുന്നു. ഇവർ പിന്നാലെ കൂടിയപ്പോൾ എന്ത് ചെയ്തു? എല്ലാ കേമന്മാരും വന്നു, എല്ലാ കോട്ട കൊത്തളങ്ങളിൽ നിന്നും എല്ലാം ഇട്ടെറിഞ്ഞ് അവരൊക്കെ വന്നു വരെ പിടികൂടാൻ. അവസാനം എല്ലാവർക്കും പണി കിട്ടി. കിബിത്തികൾ മുഴുവൻ ഇല്ലാതായില്ലേ, ഫിർഔനടക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലമ്മാ തറാ അൽ ജംആനി, രാത്രിയിൽ പുറപ്പെട്ട ആ സൈന്യത്തെ പിന്തുടർന്നുകൊണ്ട് ഫിർഔനിന്റെ മഹാസൈന്യമാകുന്ന പട്ടാളം പിന്നാലെ കൂടിയപ്പോൾ ഖാല അസ്ഹാബു മൂസ, ആ സമയത്ത് മൂസാ നബിയുടെ ആളുകൾ പറഞ്ഞു, ഈ ശത്രു സൈന്യത്തെ മുഖാമുഖം ചെങ്കടലിന്റെ മുന്നിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ മൂസാ നബിയോടൊപ്പമുള്ള അസ്ഹാബ് പറയുകയാണ്, സഹാബത്ത് പറയുകയാണ്, ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. മൂസ, നമ്മൾ കുടുങ്ങിട്ടോ, നമ്മൾ പിടിക്കപ്പെട്ടുട്ടോ. കാരണം ഇവരുടെ കയ്യിൽ ഒന്നുമില്ല, ഇവര് നിരായുധരാണ്, പാവങ്ങളാണ്, പട്ടിണി പാവങ്ങളാണ്. സർവായുധ വിഭൂഷിതരായ സർവസജ്ജരായ ഒരു സൈന്യമാണ് ഇവരെ പിന്തുടരുന്നത്. എവിടേക്ക് രക്ഷപ്പെടും? എന്താണ് പോംവഴി? എവിടെയാ എത്തി നിൽക്കുന്നത്? വലിയ കടലാണ്, ചെങ്കടൽ. കടലിൽ ഇറങ്ങി രക്ഷപ്പെടാൻ കഴിയുമോ? ചെങ്കടലിന് മുന്നിൽ പെട്ടു, പിന്നിൽ ഫിർഔനും അവന്റെ പട്ടാളക്കാരും. സാധാരണക്കാരായ ആളുകൾ പറഞ്ഞു പോകും, ഇന്നാ ലമുദ്റകൂൻ, മൂസാ നബി നമ്മൾ പെട്ടു. മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, കാല, ആ സമയത്തും തന്റെ അനുയായികളെ സമാധാനിപ്പിച്ചുകൊണ്ട് മൂസാ നബി പറഞ്ഞു, കല്ല, ഇല്ലടാ, നമ്മളും ചിന്തിക്കണം. ഒരു പ്രതിസന്ധി വന്നാലും നമ്മൾ കുടുങ്ങുകയില്ല. ഇല്ല, ഇപ്പൊ ഉള്ള പ്രതിസന്ധി ഒക്കെ നമ്മൾ മറികടക്കും, ഉറപ്പായിട്ട് മറികടക്കും. നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്താൽ. ബദർ നമ്മൾ ആവർത്തിക്കും, അള്ളാഹുമായി നമ്മൾ ബന്ധമുണ്ടാക്കിയാൽ. ഖൈബറിന്റെ കോട്ട കൊത്തളങ്ങളെ എടുത്തെറിയപ്പെട്ടതുപോലെ ഈ നിഷേധി കൂട്ടത്തെ, ഈ ഫാഷിസ്റ്റ് കൂട്ടത്തെ കയ്യിലിട്ട് അമ്മാനാട്ടമാണ് നമുക്ക് കഴിയും, നമ്മൾക്ക് അള്ളാഹുമായി ബന്ധമുണ്ടെങ്കിൽ. ഇത് വെറുതെ ഒരു ആവേശത്തിന്റെ പുറത്ത് പറയല്ല, ഈമാൻ ഉണ്ടെങ്കിൽ. അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതർ, നിങ്ങളാണ് ഇസ്സത്തുള്ളവർ, നിങ്ങളാണ് അന്തസ്സുള്ളവർ. ഈമാൻ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വലിയ താടിയും തൊപ്പിയും വലിയ പാരമ്പര്യം ഒന്നും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, കല്ല, ഇല്ലടാ, ഒരിക്കലും നമ്മൾ കുടുങ്ങൂല. ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ റബ്ബുണ്ട്. അള്ളാഹുവിന്റെ മഅയ്യത്ത്, പടച്ചോന് കൂടെയുണ്ട്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വരുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എൻ്റെ റബ്ബന്റെ കൂടെയുണ്ട് എന്ന് സമാശ്വസിക്കാൻ കഴിയുമോ? അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ റബ്ബന്റെ കൂടെയുണ്ട്, ഞാൻ കാണാത്ത, എന്നെ സദാസമയം കണ്ടുകൊണ്ടിരിക്കുന്ന, എനിക്ക് ശ്വസിക്കാൻ 24 മണിക്കൂറിലും ശുദ്ധമായ വായു ഒരുക്കി തന്ന എൻ്റെ റബ്ബ്, എൻ്റെ തമ്പുരാൻ, എൻ്റെ പടച്ചവൻ. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, അവൻ എന്തെങ്കിലും വഴി കാണും. ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധി വരുമ്പോഴേക്ക് അപ്പോൾ ഓടും ബാങ്കിലേക്ക്, അപ്പോൾ ഓടും ലോണിന്, അപ്പോൾ ഓടും പലിശക്ക്. ബാങ്കിനെയെല്ലാം പറയുന്നത് പലിശ ഇസ്ലാം കടുത്ത നിഷിദ്ധമാക്കിയ സംഗതി. അതിന് മുമ്പ് എന്തെങ്കിലും പോകാൻ വഴികളുണ്ടോ? പടച്ചോനോടൊന്ന് പറഞ്ഞു നോക്കിയോ? കൈ ഉയർത്തിയിട്ട് പടച്ചോനോട് പറഞ്ഞാൽ സ്വീകരിക്കണമെങ്കിൽ ഒരു
മൂസാ നബി പറഞ്ഞു, ഇല്ല, നമ്മൾ കുടുങ്ങൂല. കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഫഔഹൈന, അങ്ങനെ ആ തവക്കുലിന്റെ അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഘട്ടത്തിൽ ഫഔഹൈന ഇലാ മൂസ, മൂസാ നബിക്ക് അടുത്ത വഹയ്, പിന്നെയും വഹയ് കിട്ടി. അൻളിബ് ബിഅസാക്കൽ ബഹർ, മൂസ നിന്റെ കയ്യിൽ വടിയില്ലേ? മൂസാ നബിയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു കേട്ടോ. ആ വടിക്ക് പിന്നെ വലിയ ചരിത്രമുണ്ട്. ഷുഐബ് നബി കൊടുത്ത വടിയാണ്, അമ്മോഷങ്കാക്കയാണ്, ഭാര്യയുടെ വാപ്പയാണ് ഷുഐബ് നബി അലൈഹിസ്സലാം. ഒരു യാത്രക്കിടയിൽ ഷുഐബ് നബി അലൈഹിസ്സലാം കൊടുത്തൊരു വടി ഉണ്ടായിരുന്നു. ആ വടിക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. കേട്ടിട്ടില്ല? വടി താഴെ പാമ്പാകുന്നൊക്കെ. അങ്ങനെ വടി എപ്പോഴും കയ്യിലുണ്ട്. മൂസാ നബിയോട് അല്ലാഹു തആല പറഞ്ഞു, ഇൽരിബ് ബിഅസാക്, നിന്റെ ആ സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ വടി, അതുകൊണ്ട് അടിക്കുക, അൽ ബഹർ, കടലിൽ അടിക്കുക. പടച്ചോനെ, ഈ അടങ്ങറായി നിൽക്കുന്ന ടൈമിൽ ഈ പരീക്ഷിക്കല്ലേ, ഈ വടി കൊണ്ട് കടലിൽ അടിക്കാനോ ഒന്നൊന്നും മൂസാ നബി ചോദിച്ചില്ല. പടച്ചോനല്ലേ പറഞ്ഞത്, ചെയ്തോളൂ, അതിന്റെ കാര്യകാരണമൊന്നും ആലോചിക്കണ്ട. പടച്ചോൻ പറഞ്ഞിട്ടാണോ? വടി കൊണ്ട് അടിച്ചാലൊന്നും കടലൊന്നും പിളരാൻ പോണില്ല. പക്ഷെ പടച്ചോൻ പിളർത്തും. അതിനൊരു റീസൺ വേണം, എന്തിനും റീസൺ വേണം. ദുനിയാവിന് അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഒരു നിമിത്തം എല്ലാത്തിനും വേണം. പക്ഷെ ശിഫയാക്കുന്ന പടച്ചോന. ഗുളിക ഒന്നും ശിഫയാക്കൂല, ഡോക്ടറും ശിഫയാക്കൂല, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. ഗുളികയോ മരുന്നുകളോ അതിനൊരു സബബ്, ഒരു റീസൺ, ഒരു നിമിത്തം മാത്രമാണ്. ശിഫയാക്കുന്നവർ അല്ലാഹുവാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് മൂസാ അലൈഹി ഇസ്ലാമിന് സംശയമൊന്നുമില്ല. മൂസാ നബിയോട് അടിക്കാൻ പറഞ്ഞു. മൂസാ നബി അടിച്ചു. ആ കടലിൽ വടി കൊണ്ട് ഇങ്ങനെ പതുക്കെ അടിച്ചു. ഫൻഫലക, പിന്നെ ഫകാന ഫംഫലക, കടലങ്ങോട്ട് പിളർന്നു. ഫകാന കുല്ലു ഫിർഖിൻ, ഒരു ഭാഗം കത്തൗദിൽ അലീം, ഒരു വലിയ മതിൽ പോലെ, പാറ പോലെയായി. ഇന്നും പോയാൽ കാണാം ചെങ്കടല്. കുറച്ച് കാശുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആളുകളൊക്കെ കൂടി യാത്ര സംഘടിപ്പിക്കാമല്ലോ. കയ്യിലുള്ള കാശ് അതിനൊക്കെ തന്നെയാണ്. സീറൂഫിൽ അർളി, കുറെ ഇങ്ങനെ കാശുണ്ടാക്കി അക്കൗണ്ട് ഇങ്ങനെ വീർപ്പിച്ചാൽ പോരാ. സീറൂഫിൽ അർളി, നിങ്ങൾ ഭൂമിയിലൊക്കെ ഒന്ന് സഞ്ചരിക്ക്, ഒന്ന് ജീവിക്ക് ഉള്ള കാശ് കൊണ്ട്. ചെങ്കടൽ നമുക്ക് പോയാൽ കാണാം, അതിന്റെ ചരിത്രം വായിക്കാം, സ്പോട്ട് വരെ കൃത്യമായി കാണാൻ കഴിയും. കടലങ്ങനെ കത്തൗദിൽ അലീം, വലിയ പാറ പോലെ രണ്ട് സൈഡിലേക്ക് മാറി നിന്നു. ജനങ്ങൾ കാണുകയാണ്. അതിലൂടെ വളരെ ഈസി ആയിട്ട് ഇവർ രക്ഷപ്പെടുന്നു, മറ്റൊരു അല്ലാഹു തആല പൊക്കിക്കൊല്ലുന്നു. ഇതൊക്കെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. ഈ സംഭവം നടന്നത് മുഹറം 10-നാണ്. അതിന് നന്ദി സൂചകമായിട്ടാണ് അള്ളാഹുവിൻ്റെ വലിയൊരു നിഅമത്ത്, വലിയൊരു സഹായം ഈ ഭൂമിലോകത്തേക്ക് അള്ളാഹു ഇറക്കിയതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് നമ്മളോട് നോമ്പെടുക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് മുഹറം 10-ന് നോമ്പ് വെക്കുന്നത്. അല്ലാണ്ട് കർബല അല്ല. കർബലക്ക് മുമ്പ് നോമ്പുണ്ട്. കർബല ഇപ്പൊ പറയാൻ സമയമില്ല. കർബല കൂടുതൽ പറയരുത് എന്ന് പൂർവികരായ മുസ്ലിമീങ്ങൾ പണ്ഡിതന്മാർ, സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കർബലയുടെ കാര്യം കൂടുതൽ ചർച്ച ചെയ്യരുത് എന്ന്. അതിന് പിന്നിലും ചില കാര്യങ്ങളുണ്ട്, വേറെ ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കർബല വല്ലാതെ തൊട്ട് കളിക്കരുത്. അത് നമുക്ക് ഓർക്കാൻ കഴിയാത്ത, നമ്മൾ മറക്കേണ്ട വലിയ ദുരന്തപൂർണമായ ഒരു സംഭവമാണ് കർബല. കർബലയുടെ അടിസ്ഥാനത്തിലല്ല നോമ്പ്, കർബലയുടെ അടിസ്ഥാനത്തിലല്ല മുഹറത്തിന് പ്രത്യേകത വന്നത്. കർബലക്ക് മുമ്പേ നോമ്പുണ്ട്. ഈ മുഹറത്തിൻ്റെ പ്രത്യേകതകളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളോട് പറയുന്നു, മൂസ അലൈഹിസ്സലാം നമുക്കിവിടെ നൽകിയ പാഠം എന്താ അറിയോ? അള്ളാഹുവിലുള്ള അചഞ്ചലമായ തവക്കുലാണ്. എന്താ ഈ തവക്കുൽ എന്ന് പറഞ്ഞാൽ? ഇസ്ലാമിലെ ചില സാങ്കേതിക ശബ്ദങ്ങളുണ്ട്. തഖ്വ, അതിന് നമുക്ക് പരിഭാഷപ്പെടുത്താനൊന്നും കഴിയില്ല. ഈമാൻ, ഇഖ്ലാസ്, ഖൗഫ്, റജാ, അങ്ങനെ കുറേ സംഗതികളുണ്ട്. അതിൽ പെട്ടെന്ന് തവക്കുൽ എന്ന് പറയുന്ന സംഗതി. നമ്മൾ ഈ കാര്യകാരണ ബന്ധങ്ങൾ കൊണ്ടാണല്ലോ എന്തും നോക്കുക. അതിനപ്പുറമുള്ള സംഗതിയാണ് തവക്കുൽ. ഇപ്പൊ തീയിലേക്ക് ഇട്ടാൽ എന്തും കരിയും. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷേ ഇബ്രാഹിം നബി ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹ് മതിട്ടോ, അള്ളാഹുവാണ് ഏറ്റവും നല്ല വക്കീൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ തീകുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം അചഞ്ചലമായി പ്രഖ്യാപിച്ചെങ്കിൽ ആ തീ കൊണ്ട് ഇബ്രാഹിം നബിയെ കരിക്കാൻ കഴിഞ്ഞില്ല. മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട യൂനുസ് അലൈഹിസ്സലാമിനെ ദഹിപ്പിക്കാൻ ആ തിമിംഗലത്തിന്റെ വയറിന് സാധിച്ചില്ല. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നിരന്തരമായി വയറ്റിന്റെ അകത്തിരുന്നു കൊണ്ട് സാഹിബുൽ ഹൂത്ത്, മത്സ്യക്കാരൻ, മീൻകാരൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട
യൂനുസ് അലൈഹിസ്സലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. കിണറ്റിലിടപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാമിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. ആ കിണറിന്റെ ആഴങ്ങൾക്ക് സാധിച്ചില്ല. ആ കിണർ ഒരു കവചമായി തീരുകയാണ് യൂസുഫ് നബിക്ക്. തവക്കുലുണ്ടോ? അല്ലാഹുവിന്റെ സഹായം വരും. തവക്കുല്. അപ്പൊ ഈ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം അള്ളാഹുവിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവും. ആർക്ക്? തവക്കുലുള്ള ആളുകൾക്ക്. അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, വഖാല മൂസാ നബി പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഇൻ കുൻതും ആമൻതും ബില്ലാഹ്, ഞാൻ നിങ്ങളോടും എന്നോടും പറയാം മൂസാ നബിയുടെ വർത്തമാനം. ഇൻ കുൻതും ആമൻതും ബില്ലാഹ്, നിങ്ങൾ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഫഅലൈഹി തവക്കലു, നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കണം. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. അള്ളാഹിനെ ഏൽപ്പിക്കണം. ഭാരമല്ല, ഭരം എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിക്കണം. എന്നിട്ട് ഇറങ്ങുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. മിനിമം എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഏൽപ്പിക്കണം. ഇൻ കുന്തു എന്ന് മൂസാ നബി പറഞ്ഞു. പിന്നെ ഇൻ കുന്തു മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ, വെറുതെ പറഞ്ഞാൽ പോരട്ടോ, പിന്നെയും ആവർത്തിക്കാം. മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ നിങ്ങളെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, അലല്ലാഹി തവക്കൽന, ഞങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലാ തജഅൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു, പടച്ചോനെ, അക്രമികളായ, സ്വച്ഛാധിപതികളായ, ഫാഷിസ്റ്റുകളായ ഈ ജനതക്ക് ഞങ്ങൾ പരീക്ഷിക്കാൻ വിട്ടുകൊടുക്കല്ലേ. അവർ വിജയിച്ചു. വലിയ ആയുധങ്ങളും സൗകര്യവും എല്ലാം ഉണ്ടായിരുന്ന ആളുകൾ, രമ്യഹർമ്മങ്ങൾ കെട്ടിപ്പടുത്തവർ, അവർ വെള്ളത്തിൽ നിലവിളിച്ച് മുങ്ങി ചത്തുപോയി. ഇത് ചരിത്രമാണ്. മുഹറം 10 പിന്നെയും പറയുന്നത്, നമ്മുടെ ഈ രാജ്യത്ത് നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്താൻ സാധിക്കും പ്രിയമുള്ള മോനെ. അതുകൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി പറയട്ടെ. ഇതിങ്ങനെ കേട്ട് പോയാൽ പോരല്ലോ. ദീന് നമ്മൾ പഠിക്കണം. ദീൻ എന്താണെന്ന് പഠിക്കണം. ദീന് പഠിച്ച ആളുകൾ അടുത്ത് കുത്തിരുന്ന് ഇസ്ലാമിനെ കുറിച്ച് ഖുർആൻ നിങ്ങൾ ഓതി പഠിക്കണം. ഖുർആൻ മാത്രമല്ല, ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ പിന്നെ കൃത്യമായി മനസ്സിലാക്കണം. അതിൻ്റെ ഈമാനും സംഗതിയൊക്കെ മനസ്സിലാക്കണം. മദ്രസയിൽ 7ാം ക്ലാസ് വരെ പോയി, പിന്നെ 10 എല്ലാം കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ എവിടെ ദീൻ പഠിക്കുന്നത്? ആഴ്ചയിലൊരു ഖുതുബ കേൾക്കലോ? ഖുതുബയിൽ ദീൻ പഠിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പോഴുള്ള ചില സാഹചര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് ചില തഖ്വ കൊണ്ട് വസിയത്തെ കഴിയുള്ളൂ. ദീന് പഠിക്കണം. എല്ലാവർക്കും നിർബന്ധമാണ്, എല്ലാവരും പഠിക്കണം. നിങ്ങളുടെ ഖതീബിനെ അതിനു വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തൂ. ഖതീബിൻ്റെ ഉത്തരവാദിത്വം തന്നെ അതല്ലേ? നിങ്ങൾ ഖതീബിനെ നിങ്ങൾ അതിന് ഉപയോഗപ്പെടുത്തൂ. നിങ്ങൾക്ക് ഏത് സമയമാണ്, ഏത് സന്ദർഭമാണ് ഖുർആനിൻ്റെ അക്ഷരങ്ങൾ വായിച്ചു തുടങ്ങാൻ, അലിഫ് ബാ മുതൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ, അങ്ങനെ ഹൃദയം കൊണ്ട് വെളിച്ചം ഹൃദയത്തിലേക്ക് കയറട്ടെ, ഈമാൻ കയറട്ടെ. ഈമാനൊക്കെ കയറുമ്പോഴാണ് നമുക്ക് തഖ്വ എന്ന് പറയുന്ന വലിയൊരു വിധാനത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങനെ കേൾക്കുക, പോകുക, ജുമുഅക്ക് പോവുക, പങ്കെടുക്കുക, ചോറിന്, അടുത്ത ആഴ്ച വരിക, അത് പോരാ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല പടച്ച തമ്പുരാനെ ഈ പ്രതിസന്ധികളെ നേരിടാനുള്ള ഈമാനികവും വൈജ്ഞാനികവും ഒക്കെയായ ശാരീരികവുമായ കരുത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. മുഹറം 10 വിമോചനാത്മകമായ ആ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ഈമാനിനെ സ്ഫുടം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി.